ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്ന് നമ്മൾ ഊർജ്ജം എന്ന ടോപ്പിക്കിലെ രണ്ടാമത്തെ ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം SCERT ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ 6ാം ക്ലാസ് അതുപോലെ 10ാം ക്ലാസ് ചാപ്റ്റേഴ്സ് എടുത്തിട്ടായിരുന്നു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മളത് അതിൽ കുറച്ച് ഭാഗം കൂടി എടുക്കാണ്ട് അത് അടുത്ത ക്ലാസ്സിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. നമ്മൾ അതിന് മുമ്പ് എന്തൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? യാന്ത്രികോർജ്ജത്തെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ രാസോർജ്ജത്തെക്കുറിച്ച് പറഞ്ഞു, പിന്നെ വസ്തുക്കളുടെ അവസ്ഥാ മാറ്റം എന്തൊക്കെയാണ്, അതായത് വെള്ളം താപോർജ്ജം ഐസ് താപോർജ്ജം സ്വീകരിച്ച് വെള്ളമാവുകയും വെള്ളം വീണ്ടും താപോർജ്ജം സ്വീകരിച്ച് നീരാവിയായി പിന്നെ ആ താപോർജ്ജം നഷ്ടപ്പെടുത്തി വീണ്ടും വെള്ളത്തിലേക്കും വീണ്ടും അത് നഷ്ടപ്പെടുത്തി ഐസിലേക്കും വരുന്നതെന്ന് പറഞ്ഞ അവസ്ഥാ മാറ്റത്തെ പറ്റി പറഞ്ഞു. പിന്നെ ഭൗതികം പറഞ്ഞാൽ പുറമേ കാണുന്ന അവസ്ഥ, ആകൃതി, വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റമാണ് ഭൗതിക മാറ്റം എന്ന് പറഞ്ഞു. പിന്നെ രാസമാറ്റത്തെ പറ്റി പറഞ്ഞു. രാസമാറ്റം എന്ന് പറയുന്നത് എന്താണ്? സ്ഥിരമാണ് എന്ന് പറഞ്ഞു. ഇന്ധനങ്ങളുടെ ജ്വലനം പറഞ്ഞു. ഇന്ധനങ്ങളുടെ ജ്വലനത്തിൽ സഹായിക്കുന്നത് ഓക്സിജന്റെ സഹായത്താലാണ് ഇത് ജ്വലിക്കുന്നത് എന്ന് പറഞ്ഞു. ഇന്ധനങ്ങൾ പൊതുവെ ഓക്സിജനുമായി തീക്ഷ്ണമായി പ്രവർത്തിച്ച് താപവും പ്രകാശവും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡും നീരാവിയും ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാക്കുന്നത്? താപവും പ്രകാശവും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡും നീരാവിയും. പക്ഷെ അവിടെ ഓക്സിജന്റെ അളവ് കുറവ് ഇങ്ങനെ കുറവില്ലാതുള്ളതിന് പൂർണ്ണ ജ്വലനം എന്നും, കുറവ് വരികയാണെങ്കിൽ അതിനെ ഭാഗിക ജ്വലനം എന്നാണ് പറയുന്നത് പറഞ്ഞു. അങ്ങനെ ഭാഗിക ജ്വലനം ഉണ്ടാവുന്നവിടെ എന്താ ഉണ്ടാവുക? കാർബൺ മോണോക്സൈഡാണ് കൂടുതൽ അളവിൽ ഉണ്ടാവുക. കുറഞ്ഞ അളവിൽ മാത്രമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ കരിയും കൂടുതൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുപോലെ ഫോസിൽ ഇന്ധനങ്ങളെ കുറിച്ച് പറഞ്ഞു. കൽക്കരി, പീറ്റ്, ലിഗ്നറ്റൈറ്റ്, ബിറ്റുമിനസ് കോൾ, ആന്ത്രാസൈറ്റ് എന്നിങ്ങനെ 4ആയി തരംതിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതിലുള്ള കാർബണിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പീറ്റ്, ലിഗ്നറ്റൈറ്റ്, ബിറ്റുമിനസ് കോൾ, ആന്ത്രാസൈറ്റ് എന്നിങ്ങനെ 4ആയി തരംതിരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് വായുവിന്റെ അസാന്നിധ്യത്തിൽ ശോധനം ചെയ്താൽ എന്താണ് കിട്ടുക എന്ന് പറഞ്ഞത്? അമോണിയ, കോൾ ഗ്യാസ്, കോൾട്ടാർ, കോക്ക്, അമോണിയ എന്നിവ കിട്ടുമെന്ന് പറഞ്ഞു. CNG, LNG, LPG എന്നിവയെക്കുറിച്ച് പറഞ്ഞു. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് CNG, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എന്നറിയപ്പെടുന്നത് LNG ആണെന്ന് പറഞ്ഞു. ഇവയിലെ പ്രധാന ഘടകം എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? മീതെയിൻ ആണ്. ഇവ വ്യവസായശാലകളിലും അതുപോലെ വാഹനങ്ങളിലും പവർ സ്റ്റേഷനുകളിലുമാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇത് ദൂരത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നും പറഞ്ഞു. അടുത്തത് നമ്മൾ എന്താ പറഞ്ഞത്? LPGയെ കുറിച്ച് പറഞ്ഞു. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നാണ് LPGയുടെ പൂർണ്ണ രൂപം പറഞ്ഞു. പെട്രോളിയത്തെ അംശിക ശോധനം ചെയ്തിട്ട് കിട്ടുന്ന നിറമോ മണമോ ഇല്ലാത്ത വാതകമാണ് ഈ LPG എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം LPG ആണ് നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലേ. ആ LPGയിൽ വാതക ചോർച്ച ഉണ്ടാകുമ്പോൾ ഈ മണമില്ലാത്ത വാതകത്തിന് എങ്ങനെ മണം വരുന്നത് എന്ന് ചോദിച്ചാൽ അതിന് വേണ്ടിയിട്ട് അവർ അതിൽ എന്ത് ചേർക്കും? ഈഥേൻ മെർക്യാപ്റ്റൈൽ കലർത്തുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഈ മണം വരുന്നത് എന്ന് പറഞ്ഞു. LPGയിലെ മുഖ്യ ഘടകം ബ്യൂട്ടൈൻ ആണ്. എന്ന് പറഞ്ഞു. പിന്നെ LPGയുടെ സുരക്ഷയെക്കുറിച്ചിട്ടും നമ്പർ A24 B25 പറഞ്ഞിട്ടുള്ള നമ്പേഴ്സ് എങ്ങനെയൊക്കെയാണ്, എന്താണ് അതുകൊണ്ട് അടിസ്ഥാനമാക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ബയോമാസ് പറഞ്ഞാൽ വിറകും ചാണക വറളിയൊക്കെയാണ് ബയോമാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബയോഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ ഒരു പ്ലാന്റിൽ നിക്ഷേപിച്ചിട്ട് അതിനെ ഗ്യാസ് ആക്കി മാറ്റുന്നതാണെന്ന് പറഞ്ഞു. ബയോഗ്യാസിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് എന്താണ്? മീതെയിനും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. പിന്നെ നമ്മൾ കലോറി മൂല്യം പറഞ്ഞല്ലോ. ഏറ്റവും കൂടുതൽ കലോറി ഉള്ളത് ഇതിനാണ്? ഹൈഡ്രജൻ ആണ്. 1.5 ലക്ഷം കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് കലോറി മൂല്യം, ഹൈഡ്രജന്റെ കലോറി മൂല്യം എന്ന് പറയുന്നത്. നമ്മൾ ഇലക്ട്രിക് പവർ സ്റ്റേഷനെ കുറിച്ച് പറഞ്ഞു. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷന് എവിടേക്കുള്ളത്? മൂലമറ്റം, കുറ്റ്യാടി, പള്ളിവാസൽ എന്നിവിടങ്ങളിലൊക്കെ ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനാണ്. അതായത് മേലെ കെട്ടി നിർത്തിയ വെള്ളം, അതിൽ ആ ചിത്രം കൊടുത്ത കണ്ടാൽ മനസ്സിലാവുമല്ലോ. അവിടുന്ന് ഒരു പൈപ്പ് വഴി താഴത്തേക്ക് ഒഴുക്കി ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. തെർമൽ പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കൽക്കരി, നാഫ്ത, ലിഗ്നറ്റൈറ്റ് എന്നീ ഇന്ധനങ്ങൾ കത്തിച്ച് ജലത്തെ ഉന്നത മർദ്ദത്തിലും താപനിലയിലുമുള്ള നീരാവിയാക്കി മാറ്റും. ആ നീരാവിയുടെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ തെർമൽ പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞു.
അതിന് ഉദാഹരണമാണ് നെയ്വേലി, കായംകുളം, രാമകുണ്ടം എന്നിവയെല്ലാം. ഇനി നമുക്ക് സൗരോർജത്തെക്കുറിച്ച് നോക്കാം. സൗരോർജം ഇപ്പോൾ കുറേ ഊർജ്ജങ്ങളെക്കുറിച്ച് പറഞ്ഞു അല്ലേ. ഇനി സൗരോർജത്തെക്കുറിച്ച് നോക്കാം. നമ്മൾ സൗരോർജം പ്രധാനമായിട്ട് എവിടേക്ക് യൂസ് ചെയ്യാറുണ്ട്? നമുക്കറിയാമല്ലേ, നമ്മളിപ്പോൾ എല്ലാവരും സോളാർ പാനൽ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ ഹീറ്റർ ആയാലും യൂസ് ചെയ്യാറുണ്ട്, കുക്കർ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സൂര്യനിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കി പിന്നീട് അത് സംഭരിച്ച് വെച്ച് അല്ലാത്ത സമയത്തും ഉപയോഗിക്കാൻ പറ്റുന്ന പോലെയുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ സൗരോർജത്തിൽ നിന്നും വൈദ്യുതോർജം, സൂര്യനിൽ നിന്നും വരുന്ന പ്രകാശോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് സോളാർ സെൽ. സോളാർ പാനലല്ല, സോളാർ സെൽ. ഇതൊരു PN സന്ധി ഡയോഡാണ്. സിലിക്കൺ കൊണ്ട് നിർമ്മിച്ച ഇതിൻ്റെ N ഭാഗത്ത്, എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? സിലിക്കൺ കൊണ്ട് നിർമ്മിച്ച ഇതിൻ്റെ N ഭാഗത്ത് സൂര്യപ്രകാശം പതിക്കുമ്പോൾ P ഭാഗത്തുണ്ടാകുന്ന നേരിയ ഇലക്ട്രോൺ പ്രവാഹമാണ് വൈദ്യുത പ്രവാഹത്തിന് കാരണം. ഈ പ്രതിഭാസമാണ് ഫോട്ടോ വോൾട്ടായിക് പ്രഭാവം. അപ്പോൾ ആ പ്രതിഭാസത്തിൻ്റെ പേരെന്താണ്? ഫോട്ടോ വോൾട്ടായിക് പ്രഭാവം എന്ന് പറയുന്നത്. ഇതിൽ ലഭിക്കുന്ന വൈദ്യുതികൾ ബാറ്ററികളിൽ സംഭരിച്ച് ആവശ്യമായ സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഒരു PN സന്ധി ഡയോഡാണ്. N ഭാഗത്ത് സൂര്യൻ പതിക്കുമ്പോൾ P ഭാഗത്തുള്ള ഇലക്ട്രോൺ പ്രവാഹം വൈദ്യുത പ്രവാഹത്തിന് കാരണമാകുന്നത് എന്ന് പറഞ്ഞു. ഈ പ്രതിഭാസത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോ വോൾട്ടായിക് പ്രഭാവം എന്ന് പറയുന്നത്. ഇങ്ങനെ ലഭിക്കുന്ന വൈദ്യുതി ബാറ്ററികളിൽ സംഭരിച്ച ആവശ്യമായ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നു. സോളാർ പാനൽ. എന്താണ് സോളാർ പാനൽ എന്ന് പറഞ്ഞു? നമ്മൾ നേരത്തെ സോളാർ സെല്ലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. സോളാർ പാനൽ ഒരു സെല്ലിൽ നിന്നും, നമ്മളിപ്പോൾ പറഞ്ഞ ആ PN സന്ധി ഡയോഡുള്ള ഒരു സെല്ലിൽ നിന്നും തുച്ഛമായ വോൾട്ടേജും കറൻറ്റും മാത്രമേ ലഭിക്കുകയുള്ളൂ. അനേകം സോളാർ സെല്ലുകൾ യോജിപ്പിച്ചിട്ടാണ് ഈ സോളാർ പാനൽ നിർമ്മിച്ചിരിക്കുന്നത്. ഈ സോളാർ പാനലിൽ നിന്നും ലഭിക്കുന്ന വൈദ്യുതി സ്റ്റോറേജ് ബാറ്ററികളിൽ സംഭരിച്ച് ആവശ്യാനുസരണം പ്രയോജനപ്പെടുത്തും. എങ്ങനെ? ഈ കിട്ടുന്ന വൈദ്യുതി അവരെന്ത് ചെയ്യും? സ്റ്റോറേജ് ബാറ്ററികളിൽ സംഭരിച്ചിട്ട് ആവശ്യാനുസരണം പ്രയോജനപ്പെടുത്തും. തെരുവ് വിളക്കുകൾ പ്രവർത്തിപ്പിക്കാൻ സോളാർ പാനലുകൾ ഇപ്പോൾ വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ഊർജാവശ്യത്തിന് സോളാർ പാനലുകളാണ് പ്രയോജനപ്പെടുത്തുന്നത്. നമുക്ക് അവിടെ കൊണ്ടുപോയി വൈദ്യുതി നൽകാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവിടേക്ക് യൂസ് ചെയ്യുന്നത് എന്താണ്? സോളാർ പാനലുകളാണ്. ഇപ്പോൾ ആയിരക്കണക്കിന് കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ വോൾട്ടായിക് പവർ പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. എങ്ങനത്തെ? സോളാർ വോൾട്ടായിക് പവർ പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സൗരോർജ പ്ലാന്റ് ഇത്തരത്തിൽ ഒന്നാണ്. നമ്മുടെ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സോളാർ പവർ പ്ലാന്റ് വിമാനത്താവളത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും പവർ പ്ലാന്റിൽ നിന്നുള്ള ഊർജം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ളത് അവർ KCBയിൽക്കും നൽകുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള അത് മാത്രം കൊണ്ടാണ് ആ വിമാനത്താവളം പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. ഹരിത ഊർജം ഉപയോഗപ്പെടുത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭയുടെ 2018 പരമോന്നത പരിസ്ഥിതി പുരസ്കാരം ലഭിച്ചു. അപ്പോൾ 2018 പരമോന്നത പരിസ്ഥിതി പുരസ്കാരവും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പകലിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പവർ ഗ്രിഡിലേക്ക് നൽകിയിട്ട് അതെന്ത് ചെയ്യാം? രാത്രികാലങ്ങളിൽ ഉപയോഗിക്കുകയാണ് ചെയ്യാറ്. ഇനി സൗരോർജത്തിൽ നിന്നും താപോർജം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്, അതായത് നമ്മൾ ഈ സൗരോർജത്തിനെ സോളാർ കുക്കറായിട്ടും സോളാർ ഹീറ്ററായിട്ടും ഒക്കെ യൂസ് ചെയ്യില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് സോളാർ കുക്കർ എന്ന് പറയുന്നത്? നമ്മളെ സൗരോർജത്തിൻ്റെ സഹായത്താൽ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നതിനെയാണ് ഈ സോളാർ കുക്കർ എന്ന് പറയുന്നത്. സോളാർ വാട്ടർ ഹീറ്റർ, അത് മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ കണ്ടുവരുന്ന ഒന്നാണ് അല്ലേ. സോളാർ വാട്ടർ ഹീറ്റർ എന്ന് പറയുന്നത് സൗരോർജത്തിൽ നിന്നും നേരിട്ട് താപം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങളാണ് സോളാർ കുക്കർ, സോളാർ വാട്ടർ ഹീറ്റർ എന്നിവ. വീടുകൾ, ഹോട്ടലുകൾ, ആശുപത്രികളിൽ എന്നിവിടങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാനും പാത്രം കഴുകാനും കുളിക്കാനും ആവശ്യമായ ചൂടുവെള്ളം സോളാർ വാട്ടർ ഹീറ്ററിൽ നിന്ന് ലഭിക്കുന്നു. അപ്പോൾ അവിടെ സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് തന്നിട്ടുണ്ട്. സോളാർ തെർമൽ പവർ പ്ലാന്റ്. എന്താണ് സോളാർ തെർമൽ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്?
ഇവിടെ സൗരോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. കോൺകേവ് റിഫ്ലക്ടറുകൾ ഉപയോഗിച്ച് സൂര്യരശ്മികളെ കറുത്ത പെയിന്റ് അടിച്ചതും ജലം നിറച്ചതുമായ പൈപ്പുകളിലേക്ക് ഫോക്കസ് ചെയ്യിക്കുന്നു. അതായത് കോൺകേവ് റിഫ്ലക്ടറുകളാണ്. കോൺകേവ് റിഫ്ലക്ടറുകൾ ഉപയോഗിച്ച് സൂര്യരശ്മികളെ കറുത്ത പെയിന്റ് അടിച്ചതും ജലം നിറച്ചതുമായ പൈപ്പുകളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. തൽഫലമായി ജലം തിളച്ചു നീരാവിയാകുന്നു. ഈ നീരാവി ഉപയോഗിച്ച് സ്റ്റീം ടർബൈൻ തിരിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നു. ഇന്ത്യയിൽ 10ഓളം സോളാർ തെർമൽ പവർ പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് രാജസ്ഥാനിലാണ്. സോളാർ തെർമൽ പവർ പ്ലാന്റ് ആണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് കോൺകേവ് റിഫ്ലക്ടറുകൾ ഉപയോഗിച്ചിട്ട് സൂര്യരശ്മികളെ കറുത്ത ഒരു പെയിന്റ് അടിച്ച വെള്ളമൊക്കെ നിറച്ച പൈപ്പുകളിലേക്ക് ഫോക്കസ് ചെയ്യും. അപ്പം എന്ത് ചെയ്യും, ആ ചൂട് കാരണം ആ വെള്ളമെല്ലാം തിളച്ചിട്ട് നീരാവിയാകും. ആ നീരാവി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ടർബൈൻ കറക്കും. നേരത്തെ നമ്മളൊരു തെർമൽ പവർ പ്ലാന്റിലും ഇതേത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ടർബൈൻ കറക്കിയിട്ട് അതിന് ശേഷം അവിടെ നിന്ന് എന്തുണ്ടാക്കുന്നതെന്ന് പറയുന്നത് വൈദ്യുതി ഉണ്ടാകും പറഞ്ഞു. ഇന്ത്യയിൽ 10ഓളം സോളാർ തെർമൽ പവർ പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് രാജസ്ഥാനിലാണ്. അവിടെയല്ല ഏറ്റവും കൂടുതൽ ചൂട് കിട്ടുന്നത്, മരുഭൂമിയുള്ളത്. സൗരോർജം നേരിട്ട് പ്രയോജനപ്പെടുത്തുന്ന കുറേ ഉപകരണങ്ങൾ നമ്മളിപ്പോൾ കണ്ടു അല്ലേ. അതുപോലെ നമ്മൾ കാറ്റിൽ നിന്നും തിരമാലയിൽ നിന്നും എല്ലാം വൈദ്യുതി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാറ്റിൽ നിന്നുള്ള ഊർജം പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും പരിസ്ഥിതി സൗഹാർദ്ദപരവുമായ ഒരു നല്ല ഊർജ രൂപമാണ് പവനോർജം എന്ന് പറയുന്നത്. എന്താണ് പവനോർജം എന്ന് പറഞ്ഞാൽ? വിൻഡ് എനർജി. പവനോർജം പറഞ്ഞാൽ എന്താണ്? വിൻഡ് എനർജി എന്ന് പറയുന്നത്. കാറ്റിന്റെ ശക്തി ഉപയോഗിച്ചിട്ട് ടർബൈൻ കറക്കി. നേരത്തെ നമ്മൾ നീരാവി ഉപയോഗിച്ച് ടർബൈൻ കറക്കുന്നത് പറഞ്ഞു, വെള്ളം ഉപയോഗിച്ച് ടർബൈൻ കറക്കുന്നത് പറഞ്ഞു, ഈ താപോർജം യൂസ് ചെയ്ത് വെള്ളത്തിനെ ചൂടാക്കി നീരാവിയാക്കി അതുപയോഗിച്ച് ടർബൈൻ കറക്കുന്നതിന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ എങ്ങനെയാണ് കാറ്റ് ഉപയോഗിച്ചിട്ട് പവനോർജം വിൻഡ് എനർജി ഉപയോഗിച്ച് കാറ്റിന്റെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണിത്. ഇവിടെ വൈദ്യുതി ഉൽപാദനത്തിന് ആവർത്തന ചെലവുകൾ ആവശ്യമായി വരുന്നില്ല. വൈദ്യുതി ഉൽപാദനത്തിന് ആവർത്തന ചെലവുകൾ ആവശ്യമായി വരുന്നില്ല. പക്ഷെ ചില പരിമിതികളും ഇതിനുണ്ട്. വർഷത്തിൽ കൂടുതൽ സമയവും കാറ്റ് ലഭിക്കുന്ന സ്ഥലം മാത്രമേ ഇത് സ്ഥാപിക്കാൻ കഴിയുള്ളൂ. എപ്പോഴെങ്കിലും കാറ്റ് ലഭിച്ചിട്ട് ആ സാധനം എത്ര വലുതാണെന്ന് നമുക്ക് ആ ഭാഗത്ത് ഇത്തിരി അടുത്തൊക്കെ പോയാൽ അറിയാം. ദൂരം നിന്ന് കാണുമ്പോൾ നമുക്കറിയില്ലല്ലോ. അത്യാവശ്യം നല്ല വലിയ സാധനമല്ല ഉള്ളത്. അപ്പോൾ അത്യാവശ്യം കാറ്റ് ലഭിക്കുന്നതും അതുപോലെ കൂടുതൽ സമയം കാറ്റ് ലഭിക്കുന്നതുമായ വർഷത്തിൽ കൂടുതൽ സമയം കാറ്റ് ലഭിക്കുന്ന സ്ഥലത്ത് മാത്രമേ ഇത് സ്ഥാപിക്കാൻ കഴിയൂ. കാറ്റില്ലാത്തപ്പോൾ വൈദ്യുതി ഉപയോഗിക്കാൻ സംഭരണ സംവിധാനം വേണ്ടിവരും. കാറ്റില്ലാത്തപ്പോൾ എന്താണ്, വൈദ്യുതി ഉപയോഗിക്കാൻ സംഭരണ സംവിധാനം വേണ്ടിവരും. 1 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഏകദേശം 2 ഹെക്ടർ സ്ഥലം ആവശ്യപ്പെടും. 1 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഏകദേശം എത്ര ഹെക്ടർ സ്ഥലം വേണ്ടിവരും? 2 ഹെക്ടർ സ്ഥലം ആവശ്യമായി വരും. കാറ്റാടി സ്ഥാപിക്കണമെങ്കിൽ ചെലവ് വളരെ കൂടുതലാണ്. കൊടുങ്കാറ്റ്, പേമാരി, ചൂട് എന്നിവ മൂലം കാറ്റാടിക്കുണ്ടാകുന്ന കേടുപാടുകൾ മാറ്റുന്നതിന് ചെലവ് കൂടുതലായി വരും. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ അത്യാവശ്യം വളരെ ചെലവുള്ള ഒരു സംഭവമാണ് ഇത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കാറ്റിൻ്റെ ഇത് ആവർത്തന ചെലവുകൾ വരുന്നില്ല എന്ന് ആവശ്യമായി വരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ കൂടി ഇങ്ങനെ ചെലവ് വന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം വലിയ ചെലവാണ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഡെൻമാർക്ക് എന്ന രാജ്യം അറിയപ്പെടുന്നത് എന്താണ്? കാറ്റിൻ്റെ രാജ്യം എന്താണ്? കാറ്റിൻ്റെ രാജ്യം എന്നറിയപ്പെടുന്നത് എന്താണ്? ഡെൻമാർക്കാണ്. ഈ രാജ്യത്തെ വൈദ്യുതിയുടെ 25% ഉൽപ്പാദിപ്പിക്കുന്നത് കാറ്റാടിപ്പാടങ്ങളിലൂടെയാണ്. കാറ്റ് ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുന്ന കാര്യത്തിൽ ജർമ്മനിയാണ് 1ാം സ്ഥാനം. അപ്പോൾ ഡെൻമാർക്ക് അറിയപ്പെടുന്ന കാറ്റിൻ്റെ രാജ്യം എന്നാണ്. എന്നാൽ കാറ്റ് ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൽ 1ാം സ്ഥാനം ജർമ്മനിയാണ്. ഈ കാര്യത്തിൽ ഇന്ത്യക്ക് 5ാം സ്ഥാനമാണുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ കാറ്റിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഏകദേശം 45,000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ്. ഇത് 380 മെഗാവാട്ടോളമുണ്ട്. കേരളത്തിൽ രാമക്കൽമേട്ടിലും കഞ്ചിക്കോടും ഈ തരത്തിൽ വൈദ്യുതി ഉൽപ്പാദനം നടക്കുന്നു. നമ്മുടെ കഞ്ചിക്കോട് പോയി പറഞ്ഞാൽ ഇതുപോലെയുള്ള ഫാനുകൾ, കാറ്റാടി യന്ത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ. അതുപോലെ നമ്മൾ കടലിൽ നിന്നും ഇതുപോലെ എന്തുണ്ടാക്കുന്നുണ്ട്? വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട്.
ഭൂമിയുടെ ഉപരിതലത്തിന്റെ 2/3 ഭാഗവും ജലമാണ്. അതുകൊണ്ട് തന്നെ സമുദ്രം ഒരു വലിയ ഊർജ സ്രോതസ്സാണ്. തിരമാല, വേലിയേറ്റം, താപം എന്നിവ സമുദ്രത്തിൽ നിന്ന് ഊർജം ലഭ്യമാക്കാൻ സഹായിക്കുന്ന പ്രതിഭാസങ്ങളാണ്. വേലിയേറ്റ ഊർജം ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഗുരുത്വാകർഷണമാണ് വേലിയേറ്റത്തിന് കാരണം. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഗുരുത്വാകർഷണമാണ് എന്തിന് കാരണം? വേലിയേറ്റത്തിന് കാരണം. ഈ വേലിയേറ്റം പ്രയോജനപ്പെടുത്തി വൈദ്യുതി നിർമ്മിക്കാറുണ്ട്. എന്നാൽ കേരളത്തിൽ വേലിയേറ്റം കൊണ്ടുള്ള ഉയർച്ച 1 മീറ്ററിലും കുറവായതിനാൽ വേലിയേറ്റ ഊർജം നമ്മൾ പ്രയോജനപ്പെടുത്താറില്ല. തിരമാലയിൽ നിന്നുള്ള ഊർജം. തിരമാലകളുടെ ശക്തി ഉപയോഗിച്ചു ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ചിട്ട് വൈദ്യുതി ഉണ്ടാക്കാം. എങ്ങനെ? തിരമാലകളുടെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉണ്ടാക്കാം. ഇത്തരത്തിൽ തിരമാലകളിൽ നിന്ന് വൈദ്യുതോർജം നിർമ്മിക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അടുത്തത് സമുദ്രോർജം. അപ്പോൾ തിരമാലയിൽ നിന്നുള്ള ഊർജം പറഞ്ഞു, വേലിയേറ്റത്തിൽ നിന്നുള്ള ഊർജം പറഞ്ഞു. അടുത്തത് സമുദ്രോർജം. സമുദ്രത്തിന്റെ ഉപരിതലം സൂര്യപ്രകാശ രശ്മികളാൽ ഉയർന്ന താപനിലയിലായിരിക്കും. എന്നാൽ വളരെ ആഴത്തിൽ താപനില കുറവായിരിക്കും. ഈ താപനില വ്യത്യാസം പ്രയോജനപ്പെടുത്തി ഊർജം നിർമ്മിക്കുന്നതാണ് ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ പ്ലാന്റുകൾ എന്ന് പറയുന്നത്. എന്താണ് ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ പ്ലാന്റുകൾ? അതായത് നമുക്കറിയാം, നമ്മൾ വെള്ളം എന്ന് പറയുന്നത് വേഗത്തിൽ ചൂടാവില്ല അല്ലേ? അതായത് ഉൾഭാഗം എപ്പോഴും മേൽഭാഗം മാത്രമാണ് ചൂടാവത്തുള്ളൂ. താഴ്ഭാഗം എപ്പോഴും ഒരു തണുപ്പുണ്ടാവും. ഉപരിതലം എന്ത് ചെയ്യും? ഈ സൂര്യപ്രകാശത്താൽ ഉയർന്ന താപനിലയിലായിരിക്കും. എന്നാൽ താഴെ താപനില കുറവായിരിക്കും. അത് പ്രയോജനപ്പെടുത്തി ഊർജം നിർമ്മിക്കുന്നതാണിത്. അതിനെ ഓഷ്യൻ തെർമൽ എനർജി കൺസർവേഷൻ പ്ലാന്റുകൾ എന്നാണ് പറയുന്നത്. സമുദ്രോപരിതലത്തിലെ താപനിലയും 2 കിലോമീറ്ററിൽ താഴെയുള്ള സമുദ്രജലത്തിലെ താപനിലയും തമ്മിലുള്ള വ്യത്യാസം 20 കെയിലും കൂടുതലായിരിക്കും. ഉപരിതലത്തിലെ ചൂട് എളുപ്പം ബാഷ്പീകരിക്കുന്ന അമോണിയ പോലുള്ള ദ്രാവകത്തെ തിളപ്പിക്കുന്നു. ഈ വാതകം ഉപയോഗിച്ച് തിളപ്പിക്കുമ്പോൾ കിട്ടുന്ന ആ വാതകം ഉപയോഗിച്ചിട്ട് ടർബൈൻ കറക്കുന്നു. താഴെയുള്ള തണുത്ത ജലം ബാഷ്പത്തെ വീണ്ടും തണുപ്പിച്ചിട്ട് ദ്രാവകമാക്കുന്നു. ഈ പ്രവർത്തനം തുടരുമ്പോൾ തുടർച്ചയായി വൈദ്യുതി ലഭിക്കുന്നു. എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സമുദ്രോപരിതലത്തിലെ താപനിലയിലും 2 കിലോമീറ്റർ താഴെയുള്ള സമുദ്ര ജലത്തിന്റെ താപനിലയിലുമുള്ള വ്യത്യാസം 20 കെയിൽ കൂടുതലായിരിക്കും. ആ ഉപരിതലത്തിലെ നമ്മുടെ സമുദ്ര ഉപരിതലത്തിലെ ചൂട് എളുപ്പം ബാഷ്പീകരിക്കുന്ന അമോണിയ പോലുള്ള ദ്രാവകത്തെ തിളപ്പിക്കും. ഈ വാതകം ഉപയോഗിച്ചിട്ട് ടർബൈൻ കറക്കും. താഴെയുള്ള തണുത്ത ജലം ബാഷ്പത്തെ വീണ്ടും തണുപ്പിച്ചിട്ട് ദ്രാവകമാക്കും. ഈ പ്രവർത്തനം തുടരുമ്പോൾ തുടർച്ചയായിട്ട് വൈദ്യുതി ലഭിച്ചുകൊണ്ടേയിരിക്കും എന്നാണ്. അങ്ങനെയാണ് നമ്മൾ സമുദ്രോർജം ഉണ്ടാക്കിയെടുക്കുന്നത്. അടുത്തത് ജിയോ തെർമൽ എനർജി. ഭൂമിയുടെ ഉപരിതലം തണുത്ത് മനുഷ്യവാസയോഗ്യമായെങ്കിലും അകം ഇപ്പോഴും ഉരുകിയ അവസ്ഥയിലാണ്. ഉയർന്ന താപനിലയിലുള്ള ഈ മാഗ്മ കടുപ്പം കുറഞ്ഞ ഭാഗങ്ങളിലൂടെ കോറിന് പുറത്തു വരും. ഇത്തരം സ്ഥലങ്ങളാണ് ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഭൂഗർഭജലം ഹോട്ട്സ്പോട്ടിൽ നിന്ന് താപം സ്വീകരിച്ച് നീരാവിയായി മാറും. പാറക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ നീരാവിയെ പാറ തുളച്ച് പൈപ്പുകൾ വഴി കടത്തിവിട്ട് ടർബൈൻ കറക്കി വൈദ്യുതി ഉണ്ടാക്കും. എല്ലാ ഭാഗങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലും നീരാവി തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ. ഭൂമിയുടെ ഉപരിതലം തണുത്തിട്ടുണ്ട് പറഞ്ഞാലും ഉള്ളിലുള്ള മാഗ്മ ഉണ്ടല്ലോ, ആ മാഗ്മേനെ എന്ത് കാട്ടും? കടുപ്പം കുറഞ്ഞ ഭാഗങ്ങളിലൂടെ ഈ കോറിന് മുകളിലേക്ക് വരും. അങ്ങനത്തെ ഇത്തരം സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും? ഭൂഗർഭജലം ഹോട്ട്സ്പോട്ടിൽ നിന്ന് താപം സ്വീകരിച്ചിട്ട് നീരാവിയായി മാറിയിട്ട് പാറക്കിടയിൽ കുടുങ്ങിക്കിടക്കും. ആ നീരാവിയെ പാറ തുളച്ച് ഈ സ്ഥലം കണ്ടെത്തി പാറ തുളച്ചിട്ട് ആ നീരാവിയെ പുറത്ത് വിട്ടു. ആ നീരാവി കൊണ്ട് ടർബൈൻ കറക്കിയിട്ട് എന്തുണ്ടാക്കുകയാണ്? വൈദ്യുതി ഉണ്ടാക്കും. അതാണ് ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത്. ആ പേര് വെച്ചിട്ട് പലതും കണ്ടുപിടിക്കാം. അടുത്തത് ഊർജം ന്യൂക്ലിയസിൽ നിന്ന്. എന്താണ് ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ? നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കാര്യമല്ല ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നൊക്കെ.
ന്യൂക്ലിയർ ഫിഷൻ ആറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസുകളെ ന്യൂട്രോൺ ഉപയോഗിച്ച് ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളായി വിഘടിപ്പിക്കുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫിഷൻ. അതായത് ഭാരം കൂടിയ ന്യൂക്ലിയസുകളെ, ആറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസിനെ ന്യൂട്രോൺ ഉപയോഗിച്ച്, എന്തുപയോഗിച്ചിട്ടാണ്? ന്യൂട്രോൺ ഉപയോഗിച്ച് ഭാരം കുറഞ്ഞ ന്യൂക്ലിയസായി വിഘടിപ്പിക്കുന്നതിനെയാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുക. അതായത് രണ്ടാക്കി മാറ്റുന്നു എന്നോർക്കുക. ഇങ്ങനെ ഉണ്ടാകുന്ന ചെറിയ ന്യൂക്ലിയസുകളുടെ ആകെ മാസ് അതിൻ്റെ മാതൃ ന്യൂക്ലിയസിൻ്റെ മാസിനേക്കാൾ കുറവായിരിക്കാം. അതായത് ഇത്തരം വിഘടനത്തിൽ ദ്രവ്യനഷ്ടം സംഭവിക്കുന്നുണ്ട്. ഫിഷന്റെ ഫലമായി നഷ്ടപ്പെടുന്ന ദ്രവ്യം ഊർജമായി പരിണമിക്കുന്നു. ഇങ്ങനെ ഫിഷൻ ഉണ്ടാകുമ്പോൾ നഷ്ടമാവുന്ന, നമ്മൾ പറഞ്ഞ മാതൃ ന്യൂക്ലിയസിനേക്കാൾ കുറവായിട്ട് കിട്ടുക. അങ്ങനെ വരുമ്പോൾ ദ്രവ്യനഷ്ടം സംഭവിക്കുമ്പോൾ ഈ നഷ്ടം എന്ന് പറയുന്നത് എന്താവും? ഊർജമായി പരിണമിക്കുന്നു. ഐൻസ്റ്റീൻ്റെ E=mc² സമവാക്യം അനുസരിച്ച് പ്രവർത്തനം ചെയ്യുന്ന ദ്രവ്യത്തിൻ്റെ മാസ് കുറവായിരുന്നാലും ഉൽപ്പാദിപ്പിക്കുന്ന ഊർജത്തിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ E=mc² അനുസരിച്ച് എന്താണ്? പരിവർത്തനം ചെയ്യുന്ന ദ്രവ്യത്തിൻ്റെ മാസ് കുറവായിരുന്നാലും ഉൽപ്പാദിപ്പിക്കുന്ന ഊർജത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അനിയന്ത്രിത ഫിഷൻ പ്രവർത്തനം വലിയ സ്ഫോടനത്തിൽ കലാശിക്കും. ഇതാണ് ആറ്റം ബോംബിൽ നടക്കുന്നത്. അപ്പോൾ ആറ്റം ബോംബിൽ നടക്കുന്നത് എന്താണ്? ന്യൂക്ലിയർ ഫിഷനാണ്. ആറ്റം ബോംബിൽ ന്യൂക്ലിയർ ഫിഷനാണ് നടക്കുന്നത്. അപ്പോൾ അത് മറക്കാണ്ട് ഓർത്തിരിക്കുക. ദ്രവ്യത്തിൽ നിന്നും ഊർജം. ദ്രവ്യം ഊർജമാക്കി മാറ്റുമ്പോൾ ലഭിക്കുന്ന ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന സമവാക്യമാണ് E=mc² എന്ന് പറയുന്നത്. ആരുടെ സമവാക്യമാണത്? ഐൻസ്റ്റീൻ്റെ സമവാക്യമാണ് അല്ലേ. ഇവിടെ m എന്നത് എന്താണ്? പരിവർത്തനം ചെയ്യുന്ന ദ്രവ്യത്തിന്റെ മാസും c പ്രകാശത്തിന്റെ വേഗവുമാണ്. പ്രകാശത്തിന്റെ വേഗം എത്രയാണ്? 3 × 10⁸ m/s ആണ്. E എന്നത് ലഭിക്കുന്ന ഊർജത്തിന്റെ അളവാണ്. 1 കിലോഗ്രാം ദ്രവ്യം ഊർജമായി പരിവർത്തനം ചെയ്താൽ ലഭിക്കുന്ന ഊർജം E=1 × 3 × 10⁸ all square = 9 × 10⁻16 ജൂളാണ്. ഇത് മുഴുവൻ വൈദ്യുതിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ 2500 കോടി യൂണിറ്റ് kW/h യൂണിറ്റ് വൈദ്യുതി ലഭിക്കും. ദ്രവ്യത്തെ ഊർജമാക്കി പരിവർത്തനം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഈ സമവാക്യം ഐൻസ്റ്റീനെ വിശ്വവിഖ്യാതനാക്കുന്നതിന് ഇടയാക്കുകയുണ്ടായി. അതാണ് ഈ ദ്രവ്യത്തിൽ E=mc² എന്താണെന്നാണ് അവിടെ പറഞ്ഞത്. ന്യൂക്ലിയർ ഫിഷന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അത് ന്യൂക്ലിയസിനെ രണ്ടാക്കി മാറ്റുന്നതാണ് അണുബോംബിൽ നടക്കുന്നത്. അതാണെന്ന് പറഞ്ഞു. ആണവ മലിനീകരണം. വായു, ജലം, പരിസരം എന്നിവിടങ്ങളിൽ ആണവ പദാർത്ഥങ്ങൾ, വികിരണങ്ങൾ എന്നിവയുടെ സാന്നിധ്യം മൂലമുണ്ടാകുന്ന മലിനീകരണമാണ് ആണവ മലിനീകരണം എന്നറിയപ്പെടുന്നത്. മലിനവസ്തുക്കളുടെ ആണവ വിഘടനം അപകടകരമായ മലിനീകരണത്തിന് കാരണമാകുന്നു. ആണവ വിഘടനത്തിന്റെ ഫലമായി ദോഷകരമായ ആൽഫ കണങ്ങൾ, ബീറ്റ കണങ്ങൾ, ഗാമ വികിരണങ്ങൾ എന്നിവ പ്രസരിക്കുന്നു. മലിനീകരണ വസ്തുവിന്റെ സാന്ദ്രത പുറപ്പെടുന്ന വികിരണത്തിന്റെ തരം, ശരീരത്തിലെ അവയവങ്ങളിലേക്കുള്ള മലിനീകരണത്തിന്റെ സാമീപ്യം, ഇതെല്ലാമാണ് ആണവ മലിനീകരണം കൊണ്ട് ഉണ്ടാകുന്നത്. എന്താണ് ഇനി ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് നോക്കാം. നമ്മൾ ന്യൂക്ലിയർ ഫിഷന്റെ പറഞ്ഞു. ന്യൂക്ലിയർ ഫ്യൂഷൻ ആറ്റോമിക ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളെ യോജിപ്പിച്ച് മാസ് കൂടെ ന്യൂക്ലിയസ് ആക്കി മാറ്റുന്നതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. കൂട്ടിച്ചേർക്കുക. ഫിഷനിൽ എന്താ പറഞ്ഞത്? കൂടിയതിനെ രണ്ടാക്കിയിട്ട് നമ്മൾ കുറയ്ക്കുന്നു എന്ന് പറഞ്ഞത്. കുറഞ്ഞതിനെ യോജിപ്പിച്ചിട്ട് എന്താക്കണം? അതിൻ്റെ മാസ് കൂട്ടുന്നതിനെയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിന് ഉയർന്ന മർദ്ദവും താപനിലയും ആവശ്യമാണ്. ഈ പ്രവർത്തനത്തിൽ നഷ്ടപ്പെടുത്തുന്ന ദ്രവ്യം ഊർജമായി മാറുന്നു. ഊർജമായി മാറുന്നു. സൂര്യനിലും നക്ഷത്രങ്ങളിലും ഇത്തരത്തിലാണ് ഊർജോൽപാദനം നടക്കുന്നത്. അപ്പോൾ ആറ്റം ബോംബിലെ ഫിഷനും സൂര്യനിലെ ഫ്യൂഷനുമാണ് നടക്കുന്നത്. ഈ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈഡ്രജൻ ബോംബ് നിർമ്മിച്ചിരിക്കുന്നത്. നിയന്ത്രിത രീതിയിൽ ഫ്യൂഷൻ നടത്തി വ്യാവസായിക അടിസ്ഥാനത്തിൽ ഊർജം നിർമ്മിക്കാൻ ശാസ്ത്രലോകത്തിന് സാധിച്ചിട്ടില്ല. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. ന്യൂക്ലിയർ ഊർജം ഉപയോഗിച്ച് ജലം ഉന്നത മർദ്ദത്തിലും താപനിലയിലുമുള്ള നീരാവിയാക്കുന്നു. ന്യൂക്ലിയർ ഊർജം ഉപയോഗിച്ച് ജലം ഉന്നത മർദ്ദത്തിലും താപനിലയിലുമുള്ള നീരാവിയാക്കും. ആ നീരാവി ഉപയോഗിച്ചിട്ട് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ നടക്കുന്നത്.
താരാപൂർ, കൽപ്പാക്കം, കോട്ട, കൂടംകുളം തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള പവർ സ്റ്റേഷൻ എന്നാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകളാണ്. അപ്പോൾ അതെവിടേക്കുള്ളത്? താരാപൂർ, കൽപ്പാക്കം, കോട്ട, കൂടംകുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ. അവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം എങ്ങനെയാണ്? നമ്മൾ ആദ്യം പറഞ്ഞു ന്യൂക്ലിയർ ഊർജ്ജത്തിനെ താപോർജ്ജമാക്കും, അതിനുശേഷം അത് യാന്ത്രികോർജ്ജമാവും. ടർബൈൻ കറക്കുമ്പോൾ അത് യാന്ത്രികോർജ്ജമാവും, അതിനുശേഷം വൈദ്യുത ഊർജ്ജം ഉണ്ടാവും. ഇനി പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ. നമ്മൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളിൽ പ്രധാനമായിട്ട് പറഞ്ഞ എന്താണ്? കൽക്കരി പോലെ, പെട്രോളിയം പോലെയുള്ളവയൊന്നും പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞു. എന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണ് ഈ സൂര്യപ്രകാശം, കാറ്റ്, മഴ, വേലിയേറ്റം, ജിയോ തെർമൽ തുടങ്ങിയവയെല്ലാം പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയാണ്. എന്നാൽ പെട്രോളിയം, കൽക്കരി, പ്രകൃതിവാതകം, ന്യൂക്ലിയർ ഊർജ്ജം തുടങ്ങിയവ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ്. അതുപോലെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഈ കാറ്റ്, മഴ, സൂര്യപ്രകാശം ഒന്നും എന്തുണ്ടാക്കുന്നില്ല? വായു മലിനീകരണമോ അല്ലെങ്കിൽ മലിനീകരണം ഉണ്ടാക്കുന്നില്ല. എന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത പെട്രോളിയം, കൽക്കരി എന്നിവ എന്തുണ്ടാക്കുന്നുണ്ട്? പരിസ്ഥിതിക്ക് ഹാനികരമാവുന്ന വിധം മലിനീകരണം ഉണ്ടാക്കുന്നുമുണ്ട്. ഹരിതോർജ്ജം. പ്രകൃതിക്ക് ഇണങ്ങുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് പരിസര മലിനീകരണം ഉണ്ടാകാതെ നിർമ്മിക്കുന്ന ഊർജ്ജമാണ് ഹരിതോർജ്ജം, അതായത് ഗ്രീൻ എനർജി എന്ന് പറയുന്നത്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാതരം ഊർജ്ജങ്ങളും ഇതിൽ പെടുന്നതാണ്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളായ സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, ബയോമാസിൽ നിന്നുള്ള ഊർജ്ജം തുടങ്ങിയവ ഹരിതോർജ്ജമായി പരിഗണിക്കുന്നു. അപ്പോൾ ഹരിതോർജ്ജം ഏതൊക്കെയാണ്? സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ളത്, തിരമാലയിൽ നിന്നുള്ളത്, ബയോമാസിൽ നിന്നുള്ളതെല്ലാം ഹരിതോർജ്ജത്തിന് ഉദാഹരണമാണ്. ഇതിനെ ക്ലീൻ എനർജി എന്ന് പറയുന്നു. അപ്പോൾ ഇവയെല്ലാമാണ് ക്ലീൻ എനർജി എന്ന് പറയുന്നത്. എന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സായ പെട്രോളിയം, കൽക്കരി തുടങ്ങിയവ ഉപയോഗിച്ചുണ്ടാവുന്ന ഊർജവും ന്യൂക്ലിയർ ഊർജവും ബ്രൗൺ എനർജി എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ബ്രൗൺ എനർജി ഏതൊക്കെയാണ്? കൽക്കരി, പെട്രോളിയം, ന്യൂക്ലിയർ ഊർജം എന്നിവയാണ് ബ്രൗൺ എനർജി എന്ന് പറയുന്നത്. ഇത് ആഗോള താപനം ഉൾപ്പെടെയുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയാണ് ഈ ബ്രൗൺ എനർജി എന്ന് പറയുന്നത്. ഊർജ്ജ നഷ്ടം ജലനഷ്ടം വഴിയും. സെക്കൻഡിൽ 1 മില്ലി ജലം ഒരു ടാപ്പിൽ നിന്നും പാഴായാൽ മിനിറ്റിൽ 60 മില്ലി ലിറ്റർ, മണിക്കൂറിൽ 3600 മില്ലി ലിറ്റർ, ഒരു ദിവസം 86.4 ലിറ്റർ എങ്കിൽ ഒരു മാസത്തെ ജലം എത്രയായിരിക്കും? അതായത് നമ്മൾ ജലനഷ്ടത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. LDR, ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ. പ്രകാശ തീവ്രതയെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു വേരിയബിൾ റെസിസ്റ്റർ ആണ് LDR എന്ന് പറയുന്നത്. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ഇതിൻ്റെ പ്രതിരോധം വ്യത്യാസപ്പെടുന്നു. ഇരുട്ടിലായിരിക്കുമ്പോൾ ഇതിൻ്റെ പ്രതിരോധം വളരെ കൂടുതലും പ്രകാശത്തിലായിരിക്കുമ്പോൾ വളരെ കുറവുമായിരിക്കും. ഈ കഴിവിനെ അടിസ്ഥാനമാക്കി തെരുവ് വിളക്കുകൾ പ്രകാശം കുറയുന്ന സമയത്ത് മാത്രം പ്രവർത്തിപ്പിച്ച് വളരെ അധികം ഊർജം ലാഭിക്കാനാവും. LDRനെ ഒരു റിലേ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തിയാണ് ഇത് സാധിക്കുന്നത്. പകൽ സമയത്ത് തീവ്രതയുള്ള പ്രകാശം ലഭിക്കുന്നതിനാൽ LDRന്റെ പ്രതിരോധം കുറയുകയും അത് ഉൾപ്പെടുത്തിയ സർക്യൂട്ടിലൂടെ വൈദ്യുതി ഒഴുകി മെയിൻ സർക്യൂട്ടിലെ സ്വിച്ച് ഒഴിവാകുകയും ചെയ്യുന്നു. എന്നാൽ ഇരുട്ടിലാവുമ്പോൾ LDRന്റെ പ്രതിരോധം വർദ്ധിക്കുന്നതിനാൽ അതിൽ കൂടിയുള്ള വൈദ്യുത പ്രവാഹം നിലയ്ക്കുകയും മെയിൻ സർക്യൂട്ടിലെ സ്വിച്ച് ഓൺ ആയി ആ സർക്യൂട്ടിലെ ബൾബുകൾ പ്രകാശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഊർജ്ജത്തെക്കുറിച്ചുള്ള ക്ലാസ്സിലുള്ളത്. അത്യാവശ്യം വലിയ ക്ലാസ്സാണ്, കുറേ പഠിക്കാനുണ്ട്, പക്ഷെ നമുക്ക് പഠിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.